ഹലോ സിജോ, സൗഖ്യമാ? അയ്യോ എന്താ എന്തോ മറ്റേ മാർവൽ മൂവീസ് അഭിനയിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ് ചെന്നൈ കേരള സാമ്പാർ പൊടിയൊക്കെ ഇട്ട് സാമ്പാർ പൊടി പറയാൻ പാടില്ല, അതെല്ലാം ഉള്ളിറക്കണോ? ഞാൻ എൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് എന്നെ ഒരാൾ കാണാനായിട്ട് വന്നു. കുറേ നാളായിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത്, ഐ മീൻ ബിഗ് ബോസിന് ശേഷം ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അവിടെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്ക് മിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അർജുൻ, ശ്രീതു, സിജോ, നിങ്ങൾ മൂന്നുമായിട്ട് എപ്പോഴെങ്കിലും വീഡിയോ ചെയ്യുമോ, അവരെപ്പോഴാണ് കാണുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് പ്ലാൻ ചെയ്ത് ഞങ്ങൾ മീറ്റ് ചെയ്തൊന്നുമല്ല. ഞാനിവിടെ ചെന്നൈയിൽ വന്നതുകൊണ്ട് ചെന്നൈയുടെ സ്വന്തം, മലയാളികളുടെ സ്വന്തം ശ്രീതു അക്ക എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ശ്രീതു അക്കയും മമ്മിയും വന്നിട്ടുണ്ട്. അപ്പോൾ മമ്മി വീഡിയോ കാണിക്കാൻ പാടില്ലെന്ന് മമ്മി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ ഇന്ത്യൻ ബിഗ് ബോസ് ലേഡി ശ്രീതു അക്കയെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ശ്രീതു അക്ക. ഹലോ സിജോ, സൗഖ്യമാ? അയ്യോ എന്താ കുറച്ച് ഓവറായി പോയി തോന്നുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കേ. ഭയങ്കര സൗഖ്യം കൂടിപ്പോയതുകൊണ്ട് കൂടിപ്പോയില്ലേ? ഒരു ഓപ്പറേഷനും ചെയ്ത് ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത ഇരിപ്പുണ്ട്. ഓക്കെ, മക്കളെല്ലാരും ചോദിച്ചോണ്ടിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും നമസ്കാരം, എല്ലാവരും സുഖമാണ് തോന്നുന്നു. പിന്നെന്താ സിജോ സിജോ അവിടെ 90 ക്യാമറ ഒക്കെ പേടിയില്ലായിരുന്നല്ലോ. പിന്നെ ഈ ഒരൊറ്റ ക്യാമറ കാണുമ്പോ എന്താ പേടി? സിജോവും കൂടെ വാ, സിജോ അപ്പുറത്തുണ്ടാവണ്ട അങ്ങനെ. ഓക്കെ അപ്പൊ ഇപ്പൊ ഓക്കെ അല്ലേ? ശ്രീതു ഒക്കെ എന്റെ പേര് എങ്ങനെയാ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത്? കാണിക്കണോ? കാണിക്ക്. നമ്പർ ബിഗ് ബോസ് ശ്രീതുവൊക്കെ വിളിച്ചോണ്ടിരുന്നത് ഉരുട്ട് സിജോ എന്നായിരുന്നു. അപ്പൊ എന്തായാലും എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ വന്നിട്ട് നമ്പർ വാങ്ങി അടുത്ത സെക്കൻഡ് വന്നിട്ട് ഉരുട്ട് സിജോ ഞാൻ സേവ് ചെയ്തു. അതെന്തായാലും കൊള്ളാം. ശ്രീതുവൊക്കെ ഇപ്പൊ എനിക്ക് വന്നപ്പോഴത്തേക്കും കുറെ ജ്യൂസ് ഒക്കെ ആയിട്ടാണ് വന്നത്. അതെല്ലാം ഉള്ളിറക്കണോ? ഇല്ല, ആളുകൾ ആ സ്നേഹം അറിയട്ടെ. എല്ലാവരും സ്നേഹനിധിയായിട്ടുള്ള ആളാണെന്നുള്ളത് അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് സ്നേഹമായിട്ടാണ് എന്നെ കാണാനായിട്ട് വന്നത്. മമ്മീനെ കാണിക്കാൻ പാടില്ല എന്ന് എനിക്ക് മമ്മി പറഞ്ഞിട്ടുണ്ട്. മമ്മി പിന്നെ ശ്രീതുക്ക് ഇപ്പൊ ഭയങ്കര തിരക്കാണ്. ആക്ച്വലി ശ്രീതുക്ക് ഇപ്പൊ തമിഴിലൊരു മൂവി ചെയ്തു അല്ലേ? തമിഴില് ഒരു മൂവി ചെയ്തു. പിന്നെ മലയാളത്തില് മൂവീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഓൾറെഡി സ്ക്രിപ്റ്റ് ഒക്കെ കേൾക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ശ്രീതു അപ്ഡേറ്റ് ചെയ്യും എല്ലാവർക്കും. എല്ലാവരും ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്. പ്ലസ് കൊച്ചി വരെ ഞാൻ ഈ ഈവന്റ് വിഷു മാത്രമാണ് വന്നിട്ട് പോണത്. തീർച്ചയായിട്ടും ഭയങ്കര തിരക്കുള്ള ആളാണ്. ഇന്ന് ചെന്നൈയിലാണെങ്കിൽ നാളെ ആന്ധ്രയിൽ, മറ്റന്നാൾ കാശ്മീരിൽ, പിന്നീട് കേരളത്തിൽ. പിന്നെന്തോ മറ്റേ മാർവൽ മൂവീസ് അഭിനയിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ് അല്ല, അങ്ങനല്ലേ? ബ്ലാക്ക് വിഡോയുടെ റോൾ അല്ലേ? എന്റെ ഈ സൈഡ് പിന്നെ നമ്മുടെ ഒരുപാട് ഫൂട്ടേജസ് പുറത്ത് വന്നിട്ടില്ല അല്ലേ? ഞങ്ങൾ ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേക്ക് ഒത്തിരി ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു അല്ലേ? ഒരുപാട് നല്ല ഫുഡൊക്കെ. ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചെന്നൈ കേരള സാമ്പാർ. പൊടിയൊക്കെ ഇട്ട് സാമ്പാർ പൊടി എന്തൊക്കെ ഇട്ട്. പക്ഷെ ഫൈനൽ വന്നിട്ട് സമയമാണ്. സൂപ്പർ സാധനമായിരുന്നു. ആർക്കും വയറിളക്കൊന്നും വന്നതും ഇല്ല അല്ലേ? ഹൗസ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് 2-3 ദിവസം ആൾക്കാർ കഴിക്കുകയും ചെയ്തു. ഞങ്ങൾ അവിടെ മിച്ചം വന്നിരുന്ന പരിപ്പ്, മറ്റേ പച്ചക്കറി, പൊടികൾ, എല്ലാ ഐറ്റംസും കൂടെ മിക്സ് ചെയ്തിട്ട് സാധനം ഉണ്ടാക്കി. പക്ഷെ ഫൈനൽ ഔട്ട് അത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ സാധനങ്ങൾ ലൈവിൽ മാത്രം ഒതുങ്ങി പോവുകയും മറ്റേ വന്നില്ല. അത് പിന്നെ സ്വഭാവമായിട്ട് അങ്ങനെയാണല്ലോ. അതായത് സീസണിന്റെ പ്രത്യേകതയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പരാതിയില്ല. ഇപ്പൊ അതിനകത്ത് വലിയ പരാതിയൊന്നും ഇല്ല. അതിന് ശ്രീതുവൊക്കെ മറ്റു വിശേഷങ്ങൾ ഞാൻ പറയാം. ശ്രീതുവൊക്കെ ഇപ്പോൾ മാർവലിന്റെ ഒരു മൂവിയുടെ സ്ക്രിപ്റ്റ് കേട്ടിട്ടുണ്ട്. ആക്ച്വലി ബ്ലാക്ക് വിഡോയുടെ ഫേസ് 5 ശ്രീതുവൊക്കെ ഉണ്ടാവും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഞാൻ സർപ്രൈസ് പൊട്ടിച്ചതിന്റെ സങ്കട മക്കൾക്ക് അറിയാം ഞാൻ എന്തുകൊണ്ട് ഉരുട്ട് സിജോ ആ സാധനം ഒന്ന് കാണിച്ചേ. അതല്ല, ബ്ലാക്ക് വിഡോയുടെ ആ ഒരു ഫൈറ്റ് സീൻ ഞാൻ ഉള്ള കാര്യം പറഞ്ഞാണ്. പിന്നെ ഞങ്ങളുടെ വേറൊരു സംഭവം ഉണ്ടായിരുന്നേ. ഞങ്ങൾ ഹൗസിൽ വെച്ചിട്ട് എപ്പോഴും ജൂനിയർ സദാക്ക അതൊക്കെ എല്ലാവരും ഇത് ബിഗ് ബോസ് ശ്രീതുവക്ക എന്നോട് ബിഗ് ബോസ് ഉണ്ടായിരുന്നതാണ്. ചേച്ചി വന്നതാണ്. ഓടിച്ച് പറഞ്ഞു ക്യാമറ കാണിക്ക് പറ്റിച്ച് ഓടി.
இல்ல vlog ஸ்ரீதோக்கனா பாத்தியாச்சா ஒரு ஃப்ளெக்ஸ் இருக்கு யோ One second. ஆ அது என்ன பண்ணி அது vlog Okay, wow. പറഞ്ഞു யூடியூப் YouTuber. Ah. Already அங்க ஒரு பேஜ் வந்திருக்கு. Because same because. பேஷண்டா ஏ அடிச்சிருச்சு ஃபீவர் ஸ்ரீதோக்கு கொஞ்சம் ப்ராப்ளம் இருக்கு அதான் சர்ஜரி இந்த சைடு பண்ணிடுறீங்களா வாய் ஃபுல்லா க்ளோஸ் ஆகிடும் பாவமா. இதுக்கு பாதி வாய் எத்தனை பேசணும் அது பாவமா. பாவம் എന്നെ പറ്റി നല്ലതൊക്കെ പറയുന്നു பாவம் இவனா വേണ്ട. சிஜோ பாவமா நோ 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 நீங்க கண்டுட்டு நீங்க பார்க்கல அதுதான் பிரச்சனை உள்ள நான் தான் இருந்திருக்கேனே பாவமா பாவமே அல்ல ரொம்ப பாவம். சும்மா நடிப்பு இங்க நான் சும்மா இங்க Seriously, சிச்சு ரொம்ப ഞാൻ பாவம். കാശ് കൊടുത്ത് അറിയിപ്പിക്കുന്നത് அது அறிந்து எவ்வளவு கொடுத்தாரு சொல்லுங்க காசு ஐயோ போயிட்டு അത് ചോടി எடுத்தாச்சா? ഒരു 5 minutes Okay. ഓക്കെ തന്നെ യഥാർത്ഥ പ്രൊസീജിയർ ഇടിക്കുക ഇനി இல்ல. ആ എല്ലാം ഓക്കെ തന്നെ Okay. എൻ്റെ ചെന്നൈ ഫാൻസ് എൻ്റെ എനിക്ക് ചെന്നൈയിൽ ഫാൻസ് ഉണ്ട് എത്ര കൊടുത്തു അത് പറ ഇவ்வளோ நல்ல விஷயம் 1000 രൂപയ്ക്ക് ഇത്ര ഞാൻ പറഞ്ഞു ശ്രീതു എന്ന് പറഞ്ഞ ബിഗ് ബോസിലെ ഒരാൾ ഇപ്പോൾ വരും ശരി മതി പ്ലീസ് കണ്ടിന്യൂ ടോപ്പ് 6 വരും അപ്പോൾ ടോപ്പ് അത് പറയണ്ട നല്ല ടോപ്പ് 6 ഞാൻ ടോപ്പ് 7 അല്ലേ ഒരാള് പറഞ്ഞു 12ാമത്തെ വാരം 13ാമത്തെ വാരം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കൂടെ പോയി. ഞാനും വന്നു സിസ്റ്റപ്പോയ കൂടെ ഞാനും പോയി. പറഞ്ഞു അത് അതിന് പുറത്ത് വന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല അതായത് ആ സംബന്ധം അറിയാവും ശ്രീതുവിന്റെ മമ്മി വന്ന സമയത്ത് ഫാമിലി വീക്കിൽ ഞാൻ ശ്രീതുവിലേക്ക് ചുമ്മാ തമാശക്ക് എപ്പോഴും പോയി പറയും അവിടെ ഞാനും ശ്രീതുവായിട്ട് വലിയ ഫൈറ്റ്സ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല അപ്പൊ ഞാൻ ചുമ്മാ തമാശക്ക് ശ്രീതുവൊക്കെ എടുത്ത് പോയി പറയും 12ാമത്തെ വീക്കിൽ ശ്രീതുവൊക്കെ എവിക്റ്റ് ആയി പോകുന്നൊക്കെ ഞാൻ കാലൻ 1 നമ്പർ 1 കാലാന്ന് വിളിക്കുമായിരുന്നു അപ്പൊ ശ്രീതുവിന്റെ മമ്മി വന്ന സമയത്ത് ശ്രീതു മമ്മിയുടെ മുന്നിൽ വെച്ച് ഈ സംഭവം ചോദിച്ചു അതായത് 12ാമത്തെ വീക്കിൽ ഞാൻ എവിക്റ്റ് ആയി പോകുന്നു സിജു എപ്പോഴും വന്ന് പറയും മമ്മി സിജു ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടേ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പൊ മമ്മി പറഞ്ഞു അതൊക്കെ സിജു ചുമ്മാ നിന്നെ ഇങ്ങനെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടി പറയുന്നതാണ് അതൊന്നും നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ പറഞ്ഞു 13ാമത്തെ വീക്കിൽ ഞാൻ 13ാമത്തെ കൂടെ ചെന്ന് ഞാനും വന്നു സമയത്തേക്കും മഴ നനഞ്ഞു പോവുകയും ചെയ്തു ആ കുട കിട്ടിയായിരുന്നു അത് വേറെ ரொம்ப മുഖ്യം അയ്യോ വേണ്ട അത് പറ്റി ആലോചിക്കണ്ട അത് പോട്ടെ ഇപ്പൊ തമിഴ് ബിഗ് ബോസിൽ പോവല്ലേ ഇനി അതാ ഹിന്ദി പറയില്ല വരുമ്പോ പറയാം Ultimate. പക്ഷേ, ഒരു ബിഗ് ബോസ് വരട്ടാ ശ്രീധോക്ക് ഇപ്പൊ അടുത്ത വർഷം വേറെ ബിഗ് ബോസിലേക്ക് പോവാണ് ശ്രീധോക്കെ രഹസ്യം മൊത്തം ഞാൻ പറഞ്ഞു മാർവൽ സിനിമാസിന്റെ കാര്യം പറഞ്ഞു അന്യൻ ഹിന്ദിയിൽ സഭയ്ക്ക് പകരമായിട്ട് അഭിനയിക്കുന്നു അതെ അല്ലേ അന്യൻ 3 Big Boss, അന്യൻ 3 അല്ല ഹിന്ദിയില് രൺവീർ കപൂറിന്റെ കൂടെ അതെങ്ങനെ അറിഞ്ഞു സിജോന് ഞാൻ എല്ലാരും ചോർത്തുന്നുണ്ട് ഷോ സിജോ വേറെ ലെവലാട്ടാ സിജോ അപ്പ എല്ലാം മനസ്സിലാവുണ്ട് പിന്നെ തമിഴ് ബിഗ് ബോസിൽ ഉടനെ തന്നെ ശ്രീധോക്ക പോകുന്നുണ്ട് കൈ കിടക്കുന്നുണ്ട് ഇനി പിടിച്ചു കുറച്ച് സമയം എല്ലാ ബിഗ് ബോസിലും ഞാൻ കയറുണ്ട് ഞാൻ എല്ലാ ബിഗ് ബോസിലും ഞാൻ കയറുണ്ട് എന്റെ കൈ കതച്ച് എനിക്ക് പിടിക്കാനായിട്ട് വയ്യ ഈ സാധനങ്ങളെല്ലാം ഇട്ടേക്കുന്നുണ്ട് കുഴപ്പമില്ല ഓക്കെ അല്ലേ പേസുണ്ട് അതിന് ബാക്കി ശ്രീധോക്കയുടെ വേറെ വിശേഷങ്ങളൊക്കെ പറയും അതെല്ലാം പറഞ്ഞല്ലോ ഇനിയിപ്പോ എന്റെ പറയണേ ഇല്ല ഇനിയിപ്പോ എല്ലാ വിശേഷവും വന്നിട്ട് ഇതെന്ത് കാണിക്കുന്നത് ആയിട്ടില്ല അച്ഛൻ. എല്ലാ വിശേഷവും വന്നിട്ട് സിജോ കൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ട സ്റ്റാൻഡിലാണ് ഇപ്പൊ ശ്രീധോക്ക വെച്ചിരിക്കുന്നത് അല്ല വെച്ചോ അതാകുമ്പോഴത്തേക്കും കൈ കിടക്കത്തില്ല അല്ല ചുമ്മാ മമ്മിക്ക് വീട് വരാൻ നാണോ അല്ല അവയല്ല ഇല്ല പിന്നെന്താ സിജോടെ എന്താ വിശേഷം ഇതായിരുന്നു മെയിൻ വിശേഷം അതല്ലാണ്ട് വേറെ എന്തൊക്കെ വേറെ വിശേഷം നന്നായിട്ട് പോകുന്നു ഞാൻ എന്റെ ബോഡി വെയിറ്റ് ഒക്കെ കൂട്ടിയെടുത്തു ഓ അതന്നെ വന്ന് ഇവിടെ നോക്കുമ്പോ ഫസ്റ്റ് കണ്ട സിജോ ഇപ്പൊ അപ്പഴേ അതേ ഉരുട്ട് സിജോ ആയിട്ട് ഞാൻ കണ്ടു ബോസിലേക്ക് വന്ന സമയത്തുള്ള ഇതായില്ല അതേപോലെ അന്ന് എൻട്രി നമ്പർ 6 ഞാൻ ഞാന്. എവിക്റ്റ് ആയി പോയപ്പോഴത്തേക്ക് ഏഴാമത് എവിക്റ്റ് ആയ ഞാൻ തിരിച്ചു ഉഫ്, എത്രല്ല കോയിൻസിഡൻസ് അങ്ങനെയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പേജ് ഉള്ളതാക്കി പുറത്തിറങ്ങിയിട്ടാ കാണുന്നത് എന്തായിരുന്നു ശ്രീജോ ശ്രീജോ അയ്യോ ഞാൻ തുടക്കന്നിട്ട് പറയുമായിരുന്നു എന്റെ തങ്കച്ചി വിളിക്കുമായിരുന്നു പക്ഷെ തങ്കച്ചി അവര് കട്ട് ചെയ്തു നമ്മൾ പേசுறது മറ്റതെല്ലാം വന്ന് തങ്കച്ചി പക്ഷെ നല്ല രസമായിരുന്നു ലേറ്റ് ആയിട്ട് നല്ല രസമായിരുന്നു കൈ അടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ശ്രീജോ ഇല്ല കുഴപ്പമില്ല ഇനിയിപ്പോ വേറെ ഒരടി ഇടുക്കിയിലാടി ഇവിടെ അഡ്മിറ്റ് ആവണം ഇല്ല കുഴപ്പമില്ല ഇനി ഞങ്ങൾ ഉറപ്പായിട്ടും ആലപ്പുഴ വരുന്ന സമയത്ത് ബാക്കി പരിപാടീസ് എല്ലാം തന്നെ വ്ളോഗൊക്കെ ഞാൻ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ശ്രീധോക്കനെ പറഞ്ഞിട്ടില്ല അല്ലേ ആലപ്പുഴ ആലപ്പുറ പറഞ്ഞില്ല ഗൈസ് ആലപ്പുഴ ഞങ്ങളൊക്കെ വരും അത് എന്താണെന്ന് കൂടി സീക്രത്തിൽ നിങ്ങൾക്ക് അറിയും അത് വലിയൊരു സർപ്രൈസ് ഉണ്ട് അത് പിന്നീട് റിവീൽ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല
അത് ഞാൻ പിന്നീട് അതിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഏറ്റവും മൂലമായിട്ടൊക്കെ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ബാക്കി പരിപാടീസ് എല്ലാം കഴിയുമ്പോഴത്തേക്കും പറയാം. ശ്രീതുവൊക്കെ ഉണ്ടാവും. ശ്രീതുവൊക്കെ റെഡ് കാർപ്പറ്റ് വേണ്ടേ വരുമ്പോഴത്തേക്കും? വേണം. അല്ല റെഡ് വേണ്ട, ഒരു യെല്ലോ കാർപ്പറ്റ് മതി. റെഡ് കാർപ്പറ്റ് എല്ലായിടത്തിലും ഉണ്ട്. ഈ തുണി ഊരി എന്ത് വേണം? അയ്യോ വേണ്ട, ഒന്നുമില്ല. അല്ലല്ല 2 പവന്റെ മാല. ഓക്കേ ഗയ്സ്, അതായത് സിജോയുടെ അടുത്ത് ഈ ഫോണിൽ ഓക്കെ. ആലപ്പുഴ വരുമ്പോഴത്തേക്ക് ഒരു ഗിഫ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ 2 പവന്റെ മാല ശ്രീതുവൊക്കെ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ശ്രീതുവൊക്കെ 2 പവന്റെ മാല തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് സെപ്പറേറ്റ് വ്ളോഗ് എന്ന് പറയുന്നതായിരിക്കും. എന്താ പറയുന്നത്? എനിവേ, ഇപ്പൊ ഞങ്ങളുടെ 2 അമ്മമാരും ബാക്കിൽ നിന്നുകൊണ്ട് അവർ ഈച്ചടിക്കുന്നുണ്ട്, അവർ പുഴുക്കുന്നുണ്ട്. അവർ നമ്മൾ ഒരുപാട് നീട്ടി പോയി കഴിഞ്ഞാൽ അവർ നന്നായിട്ട് പുഴുക്കുന്നുണ്ട്. 2 പേരും അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുണ്ട്. അതുകൊണ്ട് അവർ ഇനിയും നിർത്തി പുഴിക്കുന്നില്ല. എൻ്റെ ഡിസ്ചാർജിൻ്റെ സമയമായിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. പോകാനായിട്ടുള്ള ഓൾമോസ്റ്റ് സമയമൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, എനിക്ക് ഹോസ്പിറ്റൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ 3 വരേണ്ടി വരും തോന്നുന്നു. ഇഷ്ടപ്പെട്ട വ്യാഴാഴ്ച എനിക്കൊരു ചെക്കപ്പ് ഉണ്ട്. വ്യാഴാഴ്ച ചെക്കപ്പ് കഴിഞ്ഞ് ഫ്രൈഡേ ആയിരിക്കും ഞാൻ എന്തായാലും നാട്ടിലേക്ക് പോവുക. പിന്നെ എനിക്കൊരു പല്ലിൻ്റെ പ്രോബ്ലം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അതെല്ലാം ഓക്കെ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ ചെന്നൈ വരുമ്പോഴത്തേക്ക് ശ്രീതുവൊക്കെ ഇനി ഇതേപോലെ പാലും പഴമൊക്കെ ആയിട്ട് വരണം. അല്ല, എന്തായിരുന്നു കൊണ്ടുവന്ന് ജ്യൂസ് ആയിട്ടൊക്കെ വരണം. ശ്രീതുവൊക്കെ കൊണ്ടുവന്ന് ജ്യൂസ് ഞാൻ കാണിക്കാം. കാണിക്കൊന്നുമല്ല. സി നമ്മ എന്നെ ചെയ്താലും അത് അറിഞ്ഞാ മതി. അത് ക്യാമറക്കൊന്നും വേണ്ട, കാണിക്കണ്ട. ചാത്ത സാധനം തോന്നുന്നുണ്ടോ പറഞ്ഞേട്ടാ. ആ സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ ഇവിടെ ചെന്നൈ വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശ്രീതു ഓടി വന്നല്ലോ അല്ലേ, അതിനകത്ത് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്ന് വെച്ചിട്ട് ഇനി ആലപ്പുഴ വന്നിട്ട് ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. എനിക്ക് ഓടി വരാൻ പോലത്തെ ഇല്ല. അപ്പോൾ ഓക്കെ, ഇനി ആലപ്പുഴ ഞങ്ങൾ വരുമ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ച് ബാക്കി പരിപാടീസൊക്കെ ആയിരിക്കും. അതെല്ലാം പുറകെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അറിയിക്കാം. അപ്പോൾ തൽക്കാലം ഇവിടെ ഇനി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വെറുപ്പാവും. ആൾക്കാരൊന്നും നിങ്ങൾ പുഴുക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ മുടിക്കുകയാണ് ഈ സംഭവം. ഓക്കെ, ബൈ. ബൈ ഗൈസ്, സീ യു ഓൾ സൂൺ.